JCI ചെർപ്പശ്ശേരി സംഘടിപ്പിക്കുന്ന സ്റ്റാർ ഓഫ് ദ ഡേ എന്ന പ്രോഗ്രാമിലെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്കും പ്രസംഗിക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ആ പ്രോഗ്രാമിൽ ഇന്നിവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് JCI ചെർപ്പശ്ശേരിയുടെ മെമ്പറായ JC പൂജ കൃഷ്ണനാണ്. പൂജ കൃഷ്ണൻ ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു കേസ് ഓഫ് ടെക്നോളജീസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ IT റിലേറ്റഡായ വർക്കുകളും അതേപോലെ IT എൻ്റർപ്രണർഷിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഈ സ്ഥാപനത്തിലെ വർക്കുകൾക്ക് മറ്റേ JCI APAC പ്രോഗ്രാമിൽ ഒരു സ്പെഷ്യൽ റെക്കഗ്നീഷനൊക്കെ ലഭിക്കുകയുണ്ടായി. അത് ഈ അവസരത്തിൽ എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. എന്തായാലും ഈ പ്രോഗ്രാമിൽ ലെറ്റ് സ്റ്റാർട്ട് എന്ന സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പൂജ കൃഷ്ണനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഫ്ലോ ഹാൻഡ് ഔട്ട്. താങ്ക് യു സോ മച്ച് സർ. സോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് സ്ക്രീൻ കാണുന്നുണ്ടാവില്ലേ? ഓ ഉണ്ട് കാണുന്നുണ്ട്. Okay. So thank you for the warm introduction. First of all, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് this is not a seminar, not a class, but totally a conversation between you and me. So ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനോടും ഫസ്റ്റ് തന്നെ നന്ദി പറയണം for coming in and taking part. So the topics or the words നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് പുതിയ കാര്യങ്ങളൊന്നുമല്ല, but I'm sure you would have gone through these points at some point in life. So I'm taking this as an opportunity to give these as a reminder to you and me. So നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് പുതിയ കാര്യങ്ങളല്ല, പക്ഷെ കുറച്ച് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കളക്ട് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് മാത്രം. എല്ലാവരും ഇത് കേട്ടിട്ട് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ബട്ട് ഒരു റിമൈൻഡർ പോലെ ജസ്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നത് മാത്രം. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തീം അല്ലെങ്കിൽ ടോപ്പിക്ക് ലെറ്റ്സ് ടോക്ക് എന്നാക്കിയത്. ഒരു 20 to 30 minutes കോൺവെർസേഷൻ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് സോ ഇത് കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ പ്രസൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ സംസാരിക്കുന്നത് ജസ്റ്റ് ഒരു റൗണ്ട് ഓഫ് പറഞ്ഞു മാത്രം. JCI ആൻഡ് BNI where I'm part of both of these. And പിന്നെ digital transformation of business and management, then steps to transform your life, and few lovely quotes that I find it beautiful. Okay, thank you GSCI for giving me this opportunity first of all. അപ്പോൾ ഞാൻ വിചാരിച്ചു തുടക്കം JCIൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാവാന്ന്. സോ founding a movement at the age of 18, Mr. Henry Jr. formed a dance club, and ആ സമയത്ത് ഒരു ഗ്ലോബൽ മൂവ്മെൻറ്റ് ഫൗണ്ടേഷൻ നടത്തുകയായിരുന്നു. സോ October 13, 1915 ഫസ്റ്റ് JCI മൂവ്മെൻറ്റ് ഫൗണ്ട് ചെയ്തത് by 32 men to form a young men's progressive association in their hometown of USA. So JCI is basically about networking, training people, leadership, giving or embodying the skills of leadership and taking up projects and training for young people around the world. And BNI is about giving quality reference. It's totally about business, collaborative ആയിട്ടുള്ള ബിസിനസ്സിനും പിന്നെ നല്ല ടാഞ്ചിബിൾ റിസൾട്ട്സ് കിട്ടാൻ, നെറ്റ്വർക്കിംഗ് സ്കിൽസ് കൂട്ടാനും പിന്നെ ബിസിനസ് സ്കിൽസ് കൂട്ടാനും റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് BNI. സോ JCI and BNI is kind of giving same mission or vision. So recently ആണ് നമ്മൾ BNI and JCI got partnered. So ഈ ലിങ്കിൽ പോയാൽ you can get more details. So both of these is driving to a main goal of encouraging the young people and other businessmen towards a better world. Then positive change, as I said, രണ്ട് ഓർഗനൈസേഷൻസും ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. And JCI is about leading global network of young active citizens, which comprises of personal development
projects, taking up projects, leadership training, international networking. So recently ഞാനൊരു പ്രോഗ്രാമിൽ പാർട്ട് ചെയ്തിരുന്നു. So അപ്പോൾ I got to meet so many people, internationally, ladies entrepreneurs and other businessmen and active people around the world. So visibly I can say that I got a chance to experience all these things, and these give opportunities for development of professionally and personally. Personally നമുക്ക് skills develop ചെയ്യാനും professional ആയിട്ടുള്ള skills develop ചെയ്യാനും ഈ രണ്ട് organizations, especially JCI, chances തരുന്നുണ്ട്. So next, as I said, രണ്ടാമത്തെ ബിസിനസ് IT era, growth with pandemic. അപ്പോൾ ഈ ഒരു you all know that it's time to have a growth with pandemic. It is not healthy to wait for some miracle to happen. പെട്ടെന്ന് ആരെങ്കിലും വന്ന് രക്ഷിക്കും എന്നുള്ളൊരു ചിന്തയൊന്നും പാടില്ല. We have to get out and work for it. അപ്പോൾ നെസസറി ആയിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട്. Wearing masks, sanitizing at regular intervals, eating healthy food, exercising, drinking lots of water, and supporting the people who are stuck with pandemic. So അതിലൂടെ തന്നെ നമുക്ക് ബിസിനസ്സിലേക്ക് ലൈഫിലേക്കും ഒരു ഗ്രോത്ത് കണ്ടുപിടിക്കാനുള്ളൊരു സിറ്റുവേഷൻ ആയിട്ട്, അല്ലെങ്കിൽ അതാണ് ഒരു സിറ്റുവേഷൻ. സോ വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ourselves in this. So as our president said, Case of Technologies എന്നൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. So I'm sure that pandemic and digital transformation need each other, not each other, but pandemic and people need pandemic in growth in digital transformation. Process automation is something ബിസിനസ്സിൽ നമുക്ക് പല പ്രോസസ്സ് ഉണ്ട്. ലൈക്ക് പല ടാസ്ക് വരുന്നുണ്ടാവും, കുറേ പ്രോസസ് ഇൻ ബിറ്റ്വീൻ വരുന്നുണ്ടാവും. സോ അതൊക്കെ ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ it will be easy for managing and being efficient in all business and professions. Then shaping the future of work, business management software develop ചെയ്യാം. business growth, and as I said earlier, growth നമുക്ക് supportive ആയിരിക്കും. And then അറിയാം ഇപ്പോൾ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഈ കാലത്ത് പാൻഡമിക് കാരണം തന്നെ every businessman is, even retailers or wholesalers are in the situation how to sell their products, how to reach people, how to be how to grow with this situation. Our situation, e-commerce websites, multi-vendor websites like Amazon things are helping businesses a lot. Then without business, I think you're losing a website. Without website, you're losing a business. So better design, better experience. Portfolio website is something we create for personal. If someone is a blogger, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ portfolio website or personal website is something that helps them to talk with other people, their followers or their fans, live 24/7. Like website software അല്ലെങ്കിൽ IT digitalization ഒരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ we are capable of managing anything and everything, in 365 days, 24/7. So yes, personal websites. Then transfer your business ideas into digital success. Like ഇപ്പോൾ കുറേ ഐഡിയാസ് വരുന്നു, ലൈക്ക് ആമസോൺ പോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ, വെബ് ആപ്ലിക്കേഷൻ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള സർവീസസ് നമുക്ക് മൊബൈലിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് കയ്യിലെത്തുന്ന പോലെ. നമ്മൾ എന്താ പറയുക, മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കാണുമെന്ന് പറഞ്ഞ പോലെ നമുക്കൊരാവശ്യം വരുമ്പോൾ മൊബൈൽ ആപ്പ് കൊണ്ട് കാര്യം വീട്ടിലെത്തുന്നൊരു ഏറ വന്നു തുടങ്ങുന്നു. സോ digital transformation is helping that too. If you have new ideas like Amazon or Facebook, Instagram, Spotify, these are something new ideas that are coming in digital success. So yes, always digital or IT supports new ideas and getting into success. പിന്നെ പുതിയ സ്റ്റാർട്ടപ്സ് ഉണ്ടെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മളെപ്പോഴും ഇപ്പോൾ ഏതൊരു ആവശ്യമാണെങ്കിലും എപ്പോഴും ലാപ്ടോപ്പ് എടുത്തിട്ട് പോയില്ല, പക്ഷെ മൊബൈൽ എപ്പോഴും കയ്യിലുണ്ടാവും. സോ മൊബൈൽ ആപ്സ് ഡെവലപ്പ് ചെയ്യുക,
പുതിയ ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ മൊബൈൽ ആപ്സിലൂടെ സോഫ്റ്റ്വെയർസിലൂടെ ലോഞ്ച് ചെയ്യാന്ന് പറയുന്നത് ഈ കാലത്ത് പാൻഡമിക്കിലൂടെ നമുക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. കാരണം ഇപ്പം നമ്മളും വീഡിയോ കോളിൽ ഇരിക്കുന്നു. ഇറ്റ്സ് ബിക്കോസ് വി ഹാവ് എ സിസ്റ്റം ആൻഡ് വി ഹാവ് ആപ്ലിക്കേഷൻ വേർ വി കുഡ് വീഡിയോ കോൾ. സോ അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് ഒരു ഡേ ടു ഡേ ഫാക്ടർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ഇൻ ഇന്ത്യ വി ഹാവ് ടു transform to that. And next ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന few things I thought it would be helpful steps to transform your life. നമ്മുടെ ജീവിതം വളരെ ഹാപ്പി ആൻഡ് ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. That's what I think. What I think or what our mind say is what we get or what we experience. That's what I think. Maybe most of people say that. So transforming our life into a positive or better way to help us. So first thing I think is find your mission. So ഇതിനു മുമ്പ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് this process takes work like anything worthwhile. നമുക്ക് എന്ത് നടത്തണമെങ്കിലും we need to work and invest time. So you should just keep going and you will find something very extraordinary in growth. And ആൾക്കാർ പറയുന്നത് ഫെയിലിംഗ് ഫോർവേഡ്, നമ്മൾ തോറ്റാലും നമ്മൾ ഫോർവേഡിലേക്ക് പോവാന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ പോയിന്റ് ഓഫ് തിങ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഫൈൻഡിങ് യുവർ മിഷൻ. സോ ഹൗ ടു ഫൈൻഡ് എ മിഷൻ? സോ ഐ തിങ്ക് യു ഷുഡ് ആസ്ക് വൈ. Okay, why? Asking yourself a why. What do you want out of life? Why are you here? I think you're getting my point. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. What I'm trying to convey. ഇല്ല സർ? ഇതാവുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. വോളിയം വേണിച്ചാൽ കുറച്ച് കൂട്ടാൻ തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ ചില സമയത്ത് വളരെ ഡൗൺ ആവുന്നുണ്ട്. എനിക്ക് മാത്രമുള്ളതാണോ എന്ന് അറിയില്ല. ഇപ്പൊ ശരിയാവുന്നുണ്ടോ? ഇപ്പൊ ഓഡിയബിൾ ആണ്. എന്തെങ്കിലും കേൾക്കുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഫൈൻഡിങ് യുവർ മിഷൻ. സോ ആദ്യം നിങ്ങൾ ചിന്തിക്കുക വാട്ട് ഡു യു വാണ്ട് ഇൻ യുവർ ലൈഫ്. അപ്പോൾ there are different types of children അല്ലേ, രണ്ട് ടൈപ്പ് ഓഫ് കുട്ടികളുണ്ട് വളർന്നു വരുമ്പോൾ. The first category is someone who know ശരി എനിക്ക് ഇന്ന പ്രൊഫഷനിൽ ചേരണം, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് കൊണ്ട് ഇതാണ് എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇന്ന ജോലി ചെയ്യണം എന്നുള്ള ജനിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രീ സ്കൂളിൽ വരുമ്പോഴേ ഉള്ള ഒരു ആ ഒരു ഐഡിയ ഉള്ള കുട്ടികളുണ്ട്. ആൻഡ് ദർ ഇസ് സെക്കൻഡ് കാറ്റഗറി വേറെ അറിയില്ല, ഒന്ന് ജീവിച്ചു പോകണം, എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന്, പക്ഷെ യുനോ എക്സ്പെരിമെന്റ് ചെയ്ത് പിന്നെ ലൈഫിന് അറിഞ്ഞ് മേ ബി കുറച്ചു കാലം കഴിഞ്ഞിട്ട് മനസ്സിലാക്കി എടുക്കുന്ന ടൈപ്പ് ഓഫ് കുട്ടികളുണ്ട്. സോ സെക്കൻഡ് കാറ്റഗറി ഇസ് മീ. അപ്പോൾ ഫസ്റ്റ് എന്തായാലും ഞാനല്ല, സെക്കൻഡ് ഇസ് മീ. ഐ എം നോട്ട് ഷുവർ ഇഫ് ഐ ഫൈൻഡ് മൈ മിഷൻ, ബട്ട് സ്റ്റിൽ ഐ എം വർക്കിംഗ് ഫോർ ഇറ്റ്. സോ നിങ്ങൾ ഓരോരുത്തരും ഒന്നെങ്കിൽ ഈ കാറ്റഗറി അല്ലെങ്കിൽ ഈ കാറ്റഗറി. സോ തിങ്ക് വിച്ച് കാറ്റഗറി യു ആർ. And if you don't know an answer of a mission, it's very beautiful, because അറിയെങ്കിൽ അതിലൂടെ മാത്രമേ നമ്മൾ പോകുള്ളൂ. പക്ഷെ അറിയില്ല എന്നുണ്ടെങ്കിൽ what we have to do in life, അല്ലെങ്കിൽ നമുക്ക് എന്താ ഇഷ്ടമുള്ള കാര്യം അറിയില്ലെങ്കിൽ we will have to experience or try all the different professions or different styles of life. കാരണം എപ്പോഴല്ലേ നമുക്ക് okay this is what I want എന്ന് മനസ്സിലാവുള്ളൂ after experiencing different things. So you don't lose anything, ഒന്ന് പോയാലും go for the next, because ഓരോ എക്സ്പീരിയൻസിലൂടെയും നിങ്ങൾക്ക് കിട്ടുന്നത് വിസ്ഡം, നോളജ്, ലൈഫ് എക്സ്പീരിയൻസ്. ദാറ്റ്സ് very important and very beautiful in your future. When you think back, okay, ഇതൊക്കെ ഓരോ ഇതെല്ലാം ഞാൻ അറിഞ്ഞിരുന്നു എന്നുള്ളൊരു ഒരു പോസിറ്റീവ് തോട്ട് നിങ്ങൾക്ക് വരും. That's what I believe. Then be a planner. Schedule things you want to do. Become a planner if you're not one. കാരണം നമ്മൾ ജസ്റ്റ് വേഗമായിട്ട് പോകുന്നതിനെക്കാട്ടിലും if you have something in mind, or if you have that plan, or if you have found your mission, then plan how do you want to get to that. Then leave room for experimentation. As I said, എല്ലാ കാര്യത്തിലും ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഇതിലൊരു പുറകിലെ പിക്ചർ നന്നായിട്ട് പേടിപ്പെടുത്തുകയാണെങ്കിലും
experimentation it's very beautiful. And like any successful business or life, business, we need to take chances. Or chances, or field, or opportunities, you are going to educate yourself. Chances of life കഴിയുമ്പോഴും ആ ഓരോ ചാൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് എപ്പോഴും ഉണ്ടാവും. So always be happy to experiment and taste beauty of life or taste essence of life. So if doesn't work, so as I said, if doesn't work, don't stop trying and go forward. You will be successful someday. And next is strategy. So നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നും മനസ്സിലായി, എന്തിനാ ചെയ്യുന്നതെന്നും മനസ്സിലായി. So next is what you want is strategy. So plan accordingly. No, planning ഞാൻ നേരത്തെ പറഞ്ഞു. So planning accordingly, something is called strategy. So go for the strategy and work for it. Then progress tracking. നിങ്ങൾക്ക് പ്രോഗ്രസ് എന്തെങ്കിലും ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ you are losing something somewhere. So ഒരു time frame വെച്ചിട്ട് track your progress and sit down and review about the time frame and work you have done. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടില്ല, ചെയ്യുന്നുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ we have to keep a track. Okay. Next is prioritize. Be wonderful with your prioritization exercise, because especially if more than one projects or situations might be playing around in our life. So it is should be extremely disciplined, and we have to prioritize. എന്തൊക്കെ ആദ്യം ചെയ്യണം, എന്തൊക്കെ ആദ്യം ചെയ്താലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസി ആവുക, അല്ലെങ്കിൽ what is the best way to go next. That is strategy, and prioritizing each one is something very important too, because prioritize ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ we might fall somewhere. Change your mindset on money. നമ്മൾ even if it's child or adult, എല്ലാവരും പഠിപ്പിക്കുന്നില്ല how to deal with money. The result is many adults view money as an ശത്രു അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന കാര്യമായിട്ടാണ് ഞാൻ കാണും. അല്ലെങ്കിൽ ചിലർ പ്രാർത്ഥിക്കുക, ഒരു റിലീജിയനായിട്ട് വർഷിപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ദിസ് ഇസ് ദ ട്രൂത്ത് ഇസ് ദാറ്റ് money is something that we use as a resource, like our height, talent, speech, sound, and intelligence, and so on. So ഇതേപോലെ ഒരു റിസോഴ്സ് മാത്രമാണ് money. It's not something or anything. We use it as a resource to make our life easy. It's very important that each one of us understand what is the use or be comfortable. സൗണ്ട് ഡിസ്റ്റർബ്ഡ് ആണ്. എനിക്ക് തോന്നണോ ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ടാണോ ഹെഡ്ഫോൺ അൺപ്ലഗ് ചെയ്തൊന്ന് സംസാരിച്ചു ഇപ്പൊ കേൾക്കുന്നുണ്ട്. കൃഷ്ണ സാർക്ക് ഉണ്ടോ അത്? വളരെ ലോ ആയിട്ടാണ് കേൾക്കുന്നത്. എന്റെ വോയിസും ലോ ആണോ? അല്ല, കേൾക്കുന്നുണ്ട്, നല്ല വോയിസ്. കേൾക്കാൻ പറ്റുന്നുണ്ട്. വോളിയം കുറവാ തോന്നണോ? അത്രേ ഉള്ളൂ. വോളിയം കുറവാണ്. ഒരു പക്ഷേ നിങ്ങളുടെ സെറ്റിങ്സിനകത്ത് ഓഡിയോയിലെ മൈക്രോഫോൺ സെലക്ട് ചെയ്തത് ഏതാണെന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഡിഫോൾട്ട് മൈക്ക് ആണോ അതോ ബ്ലൂടൂത്തിന്റെ ആണോ? ഡിഫോൾട്ട് മൈക്ക് തന്നെയാ? ഓക്കെ, ഗോ ഹെഡ്. കേൾക്കാനുണ്ട്, ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം എന്ന് മാത്രം. വെരി ഗുഡ്. The next is don't be afraid to spend money on yourself. Speaking of investment, spending money on tools and materials, ഇടയ്ക്കൊക്കെ പുറത്തുനിന്ന് കുറച്ച് ഫുഡ് വാങ്ങിക്കുക. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വീക്കെൻഡ്സിൽ സൺഡേ ആണ് എല്ലാവരും ഒരുമിച്ച് കിട്ടുക. സോ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. വർക്ക് ചെയ്യുന്ന പാരൻസും
എല്ലാവരും പിന്നെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ വൈകുന്നേരം വരെ അങ്ങനെ പിന്നെ വർക്ക്. സോ വീക്കെൻഡ് സാറ്റർഡേ ഓർ സൺഡേ, സാറ്റർഡേ ഇല്ല സൺഡേ ആണ് നമുക്ക് മോസ്റ്റ്ലി എല്ലാവരും ഫ്രീ ആയിട്ട് കിട്ടുന്നത്. സോ നമ്മുടെ എല്ലാവരും ഇരുന്നിട്ട് നെറ്റ്ഫ്ലിക്സ് ഒരു മൂവി കാണാം. സ്പെൻഡിങ് ഓൺ അവർ സെൽസ്, ദാറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടു കീപ് അവർ സെൽസ് എനർജറ്റിക് ആൻഡ് ബി ലൈവ് ഇൻ ലൈഫ്. എന്നാലും ഒരു ഹാപ്പി ആയിട്ട് അടുത്ത വീക്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യാനും ഹാപ്പി ആയിരിക്കാനും പ്രൊഡക്റ്റീവ് ആവാനും സാധിക്കുന്നത് only if we spend ourselves and be happy with what we do with the life. Okay, so next I thought കുറച്ച് quotes ആണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, കുറച്ച് quotes about different aspects. So first one is about problems. So every problem is a gift. Okay, please embrace it. So once Steve Jobs recently, not recently, what he said in his one of his convocation is age of 30. Steve Jobs said ഏകദേശം 30 വയസ്സപ്പോഴാണ് മാക്കിൻടോഷ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം പിന്നെ ആപ്പിൾ വന്നത്. And he got fired from his company where he founded it. Company found ചെയ്തത് സ്റ്റീവ് ജോബ്സ് ആണ് ആപ്പിൾ. പക്ഷേ പല റീസൺസ് കാരണം, പല ഇഷ്യൂസ് ഇടയിലുള്ള പല ഇഷ്യൂസ് കാരണം he got fired from his own company. And പക്ഷേ he said ആ ഒരു പ്രശ്നം വന്നതിന് ശേഷം that was എന്തോ സംഭവിച്ചോലോ, സ്റ്റക്ക് ആയിരുന്നല്ലോ. അവരുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ ബുദ്ധിമുട്ടാ തോന്നണോ? അതെ അതെ അതെ. ഒന്ന് വിളിച്ചു നോക്കോ കോള്? കുട്ടി നോക്കിയോ? അല്ല കുട്ടിയോ ആരെ? അപ്പൊ രണ്ടും കട്ടാവുക ചെയ്തു വിളിച്ചപ്പോ. മൊബൈൽ വെച്ച് കണക്ട് ചെയ്യാവും. ഓക്കെ, I'm so sorry. ഞാൻ ഇവിടെ വരെ പറഞ്ഞെന്ന് പിടിയില്ല. ആ പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞതിന്റെ ആ ഇതുവരെ കേട്ടിരുന്നു. അതെ, ഇനിയാണ് നമുക്ക് ചർച്ച ചെയ്യാം. അതെ. Again, problems is something very important in life. അപ്പോൾ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ഗിഫ്റ്റ് പോലെയാണ്. വി ഷുഡ് എംബ്രേസ് ഇറ്റ്. കാരണം സ്റ്റീവ് ജോബ്സ് at the age of 13 സ്റ്റീവ് ജോബ്സ് മാക്കിൻടോഷ് ഫൗണ്ട് ചെയ്ത് സക്സസ്ഫുൾ കമ്പനി ആപ്പിൾ ഫൗണ്ട് ചെയ്ത് വന്നത്. ആൻഡ് വിത്തിൻ few years പല ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. And then he got fired from his own company. So he was rejected but still in love with what he do. അവരെ ചെയ്യുന്ന എന്താണോ അതിനോട് ഭയങ്കര സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടായിരുന്നു. Even if he got rejected, he was still in love. So ആദ്യം കുറച്ച് പ്രോബ്ലംസ് വന്ന ഫ്യൂ മന്ത്സ് ബിക്കോസ് ഹി വാസ് സോ സക്സസ്ഫുൾ ആൻഡ് സെലിബ്രിറ്റി എല്ലാവർക്കും അറിയാം. സോ ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഹി വാസ് ടോട്ടലി ഡൗൺ. പക്ഷെ ഈ ഒരു ലവ് കാരണം ഹി സ്റ്റാർട്ടഡ് ആ സക്സസ് എന്നുള്ള ഒരു ഹെവിനെസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഒരു ബിഗിനർ എന്നുള്ളൊരു ഒരു ഇമോഷൻ റീപ്ലേസ്. ആൻഡ് ദെൻ ഹി സെഡ് ഇൻ വൺ ഓഫ് ഹിസ് കോൺവെർസേഷൻ ദാറ്റ് ദിസ് പീരിയഡ് റിജക്ട് ചെയ്ത് പിന്നെ അടുത്തൊരു ഒരു ലൈഫിലേക്ക് പോകുന്നതായിരുന്നു ഹിസ് മോസ്റ്റ് ക്രിയേറ്റീവ് പീരിയഡ് ഇൻ ഹിസ് ലൈഫ് ടൈം. So he created Next and Pixar, one of the successful animation studio in the world. And after it got successful, Apple brought Next, and Steve Jobs returned to Apple. So he said he kept himself going with the life. അപ്പം അവര് ചെയ്ത കാര്യം ഇഷ്ടമുള്ളതുകൊണ്ടാണ് പിന്നെ പ്രോബ്ലംസ് ഒക്കെ വന്നപ്പോഴും he
came back stronger. So every problem is a gift. Without problems, we wouldn't grow. So he said our problem he could create the pixel and next. So yeah, I thought that could be a good reminder to you. And next is ideas. So ideas, there is so many wonderful ideas that coming in each mind. എന്തെങ്കിലും ഇപ്പൊ ഓരോ ആൾക്കാർക്കും പുതിയ ഐഡിയാസ് വരില്ല നല്ല അടിപൊളി ഐഡിയാസ് വരും പക്ഷെ ഇറ്റ്സ് അബൌട്ട് ഗെറ്റിംഗ് ഔട്ട് ആൻഡ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ഇപ്പോൾ ഇറ്റ്സ് എന്താ പറയുക സം പീപ്പിൾ ഡ്രീം ഓഫ് ഗ്രേറ്റ് അക്കംപ്ലിഷ്മെന്റ് പല ഐഡിയാസ് ഉണ്ടാവും പല ആഗ്രഹങ്ങളുണ്ടാവും പക്ഷെ അതിൽ കുറച്ച് പേര് മാത്രമേ അത് എണീറ്റ് പുറത്തിറങ്ങി വർക്ക് ചെയ്ത് അത് അക്കംപ്ലീഷ് ചെയ്യാനുള്ള ഇതുള്ളൂ അപ്പോൾ വീട്ടിൽ പലപ്പോഴും പറയും അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയും പക്ഷെ നമ്മൾ സുഖം എപ്പോഴാണെന്ന് അറിയാം ഇഫ് വി ഹാവ് എൻ ഐഡിയ ആൻഡ് വി വർക്ക് ഫോർ ഇറ്റ് ഈവൻ ഇഫ് വി ആർ നോട്ട് സക്സസ്ഫുൾ ഇൻ ഗെറ്റിംഗ് ഇറ്റ് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വുഡ് ബി റിയലി ഹാപ്പി ഓക്കെ ഐ ഗോട്ട് എ ചാൻസ് ടു ഡു ദിസ് ഐ ഗോട്ട് ദിസ് തിങ് ഡൺ ഹാപ്പിനെസ് നമുക്ക്. And next is about imagination or dreams. So imagination is everything. Like it's a preview of life, coming attraction. നമ്മൾ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ say if you are able to imagine something, you can be successful in getting it done. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്നും വിചാരിക്കില്ലല്ലോ. There should be some point. It is always what do you say? It is possible to get things done, get your dreams or imaginations done, and that's because we always have one or the other way or perspective of looking at an opportunity. So ideas might be nothing without execution, but those ideas and the the execution is empty. So imagine and dream. If you are doing it, be sure that you are able to succeed in it, in getting your dreams or imaginations done in your life. Okay, next is success. So one said, if you really look closely, most overnight success took a long time. Success, നമ്മൾ കാണുന്ന പലരുടെയും സക്സസ് ഓവർനൈറ്റ് സക്സസ് ആയിട്ട് നമുക്ക് തോന്നും പക്ഷേ we really don't see the back end processes or life they have gone through. ഇപ്പോൾ ഒരു ട്രീ ആണെങ്കിലും ചിലപ്പോൾ വളർന്നു വന്ന ഒരു ഫ്രൂട്ടൊക്കെ തരുമ്പോഴേ നമുക്ക് ചിലപ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്യുള്ളൂ പക്ഷേ when it reaches the clouds പക്ഷെ അതിൻ്റെ റൂട്ട്സ് ഇൻവിസിബിൾ ആയിട്ട് beneath the ground here that have been digging and ആ വേര് ആ ഗ്രൗണ്ടിലേക്ക് പിടിച്ചു നിർത്തണ്ടേ ഈ ട്രീനെ സോ അതിന് നമ്മൾ കാണുന്നില്ലെങ്കിലും ഇറ്റ് ഈസ് ഡൂയിങ് സോ മച്ച് എഫേർട്ട് ടു ഡു ഇറ്റ് ഓരോ ആ ഗ്രൗണ്ടിലേക്ക് ചൂന്നിറങ്ങി ഒരു 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 സ്റ്റെബിലൈസ് ചെയ്യാൻ ട്രീൻ്റെ ഗ്രോത്ത് സ്റ്റെബിലൈസ് ചെയ്യാൻ എടുക്കുന്ന പോലെ തന്നെ ഏതൊരു സക്സസ് ആണെങ്കിലും അതിൻ്റെ ബാക്ക് എൻഡിൽ ദർ ഇസ് സോ മച്ച് വർക്ക് ആൻഡ് സാക്രിഫൈസസ് ആൻഡ് തിങ്സ് ഗോയിങ് ഓൺ ഓക്കെ ആൻഡ് സക്സസ് യൂഷ്വലി കംസ് ടു ദോസ് ഹു ആർ ബിസി ലുക്കിംഗ് ഫോർ ഇറ്റ് ആൻഡ് വർക്കിംഗ് ഫോർ ഇറ്റ്. And plus, success is being prepared with working hard and learning from mistakes. അല്ലേ നമ്മളെപ്പോഴും സക്സസ് ഉണ്ടാവുന്ന എപ്പോഴാണ് ഐഡിയ ഉണ്ടാവും പിന്നെ അത് വർക്ക്ഔട്ട് ചെയ്യും പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ വി ലേൺ ഫ്രം ദ മിസ്റ്റേക്സ് ആൻഡ് കം അഗൈൻ സോ അത് ആ ഒരു ലൈൻ ഒന്ന് എഡിറ്റ് ചെയ്യാൻ മാറ്റം വരുത്തുകയാണെങ്കിൽ ഐ വുഡ് ലവ് ടു ആഡ് ലക്ക് ടു ഫിൽ ദ റെസിപ്പി ഓഫ് സക്സസ് കാരണം സക്സസ് എന്നുള്ളൊരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ വർക്ക് ഹാർഡ് ലേണിംഗ് ഫ്രം മിസ്റ്റേക്ക് പ്ലസ് ആഡിങ് എ ബിറ്റ് ഓഫ് ലക്ക് ഓർ ലവ് ബിക്കോസ് എല്ലാ റെസിപ്പിയിലും അല്ലെങ്കിൽ എല്ലാവരും മിക്സിലും അൺനോൺ ആയിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ടാവും സോ ഐ തിങ്ക് ഐ വുഡ് ആഡ് ലക്ക് ഇൻ ദാറ്റ്. ദെൻ ഇറ്റ്സ് അബൌട്ട് ഫെയിലിയേഴ്സ് എല്ലാവരും തോറ്റു അല്ലെങ്കിൽ ഫെയിലിയർ എന്ന് പറയുമ്പോൾ ഭയങ്കര നെഗറ്റീവ്. So what I think, or
most people think is that it should be taken as an honor, badge of honor. And it is very crucial that we learn from mistakes of other people. I saw from a interview or TV show or something that he said, നമ്മള് ജയിക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രം മനസ്സിലാക്കിയാലോ അല്ലെങ്കിൽ വായിച്ചാലോ പഠിച്ചാലോ അല്ലെങ്കിൽ കേട്ടാലോ പോരാ. We should also understand how failures come and how they overcame it. So ജയം എങ്ങനെയാണെന്ന് മാത്രം പഠിച്ചാൽ പോരാ, തോൽവി എങ്ങനെയാണ്, അതെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യുക എന്നും കൂടി നമ്മൾ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ആൻഡ് ഫെയിലിയേഴ്സ് ഹെൽപ്പ് us to taste the essence or beauty of success only if it's failure. കാരണം ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, വിശപ്പ് വന്നാൽ നമുക്ക് ഓരോ ഫുഡിൻ്റെ വെള്ളത്തിന് പോലും രുചി എന്താണെന്ന് അറിയണമെങ്കിൽ വിശപ്പ് വരണമെന്ന് പറയും. അപ്പോൾ തോൽവി എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ജയത്തിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിൽ അറിയാൻ പറ്റുള്ളൂ. And life is beautiful with failures. So I would like to thank Salam sir for letting me know that this competition is going on, and I would like to thank Krishna Kumar sir, our president, for supporting me to prepare for this award. ഞാൻ നേരത്തെ പറഞ്ഞ failures ഒക്കെ ഉണ്ടാവുമല്ലോ, so I got only shortlisted for the finalists in this award, but I would love to, and I love the experience. കാരണം വീഡിയോസ് ഉണ്ടാക്കുക, പിന്നെ പ്രൊജക്ട്സ് ചെയ്യുക, അത് അയച്ചു കൊടുക്കുക, പിക്ചേഴ്സ്, പിന്നെ അങ്ങനെ കുറേ പ്രോസസ്സസ് ഉണ്ടായിരുന്നു ഇതിൽ. സോ അതിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ സാറിനോടും പിന്നെ ഒരു അവസരം തന്ന JCI സ്പെസിഫിക്കലി I would like to thank those people, and thank you. I think I've done my part. Thank you for hearing me. Thank you.